ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ്. ഇടയിലൊക്കെ ഉള്ളൊരു സൗണ്ട് വാപ്പ അവിടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്രയും സമയം വാർത്തയും കണ്ടിട്ട് രാവിലത്തെ കുറച്ച് വീഡിയോ മാത്രം എടുത്തു വെച്ചിട്ട് പിന്നെ എന്തോ നല്ല മനസ്സിനൊന്നും അത്ര നല്ല സുഖമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്കറിയത്തില്ലല്ലേ. ഓരോ നിമിഷവും മരണസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കണ്ട് കണ്ട് സത്യം പറഞ്ഞാൽ മനസ്സ് മരവിച്ചതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മണിക്കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഉമ്മച്ചി ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടോ ഇത്. കുറച്ച് അരിമാവാട്ടോ ഇതെടുത്തിരിക്കുന്നത്. കുറച്ച് അരിമാവിൽ ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് എടുക്കുകയാണ്. വെന്ത് മാവ് നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ വേവുമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് പാകമായിട്ട് കുഴച്ചെടുത്തിട്ട് ഇത് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെയൊക്കെ തടവിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ചെറിയ ബോളോ എങ്ങനെ വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെറിയ ബോളാക്കി എടുക്കുന്നുണ്ടേ. കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമ്മൾ ബോൾസാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അടുപ്പിലാണെങ്കിൽ പാത്തൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തുവാ, ചോറടുപ്പിൽ കിടക്കുകയാണ് കേട്ടോ. ഇന്ന് സത്യത്തിൽ വിടണമെന്ന് പോലും മടിച്ച് നിന്നു. എന്ന് വിടണ്ട എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പിന്നെ അവൾക്കും ഭയങ്കര മടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്നിരുന്നാലും ഭയങ്കര കുരുത്തക്കേടും ഓട്ടമൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതേ നമ്മൾ ചോറ് ഒരുവിധം വെന്തപ്പോഴത്തേക്ക് അപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ രസമാണ് കേട്ടോ ഈ അടുപ്പിൽ വെക്കുന്നത്. മീനൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ കറിയായിട്ട് രസമാണ്. പിന്നെ കൊച്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോരുകറിക്കൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി അരിഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇഡ്ഡലി തട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു അച്ചിൻ്റെ അകത്ത് ഇതിനൊക്കെ നമ്മൾ ഈ ഉരുട്ടി വെച്ചിട്ടുള്ള കൊഴുക്കട്ട അഥവാ മണിക്കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉമ്മച്ചി കുറച്ചുകൂടി വലുതാക്കി കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ ചെറുതാക്കി എടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്, പാത്തൂന് കൊടുക്കണമല്ലോ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതാക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ മഴയാണോ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതും. അതുപോലെ വയനാട്ടിൽ താമസിക്കുന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. എന്താണ് അവസ്ഥ, നിങ്ങളൊക്കെ സേഫാണോ എന്നൊക്കെ ഒന്ന് പറയണേ. കാരണം ഓരോ നിമിഷവും നമ്മളിങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ കരയുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സഹിക്കുന്നില്ല. ഒന്നും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ഞാൻ അടുപ്പിലേക്കെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നമ്മുടെ അച്ചിലേക്കും ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കൊഴുക്കട്ടയും വെള്ളവും കൂടെ കിടക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങയൊക്കെ തിരുമ്മി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കൈപ്പിടി തേങ്ങയാണ് കേട്ടോ എടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. 1-ാം പാല് 2-ാം പാലൊന്നുമില്ല, ഒറ്റ പാലേ എടുത്തിട്ടുള്ളൂ. നല്ല കട്ടിക്ക് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത്, ശർക്കര ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് പഞ്ചസാര ആട്ടോ ഇടുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാൽ ഞാൻ മാറ്റിയിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഒന്നിട്ട് കലക്കുകയാണ് കേട്ടോ. അരിപ്പൊടി അല്ലെങ്കിൽ റവ മാവുണ്ടല്ലോ, റവ കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാലൊന്ന് ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ റേഷനരി ഉണ്ടല്ലോ, വെള്ള റേഷനരി പൊടിച്ച മാവാണ് കേട്ടോ ഇത്. ഇടിയപ്പത്തിനും ഉരട്ടിക്കും പത്തിരിക്കും പറ്റിയ നല്ല മാവാണ് കേട്ടോ. അപ്പോൾ മാവൊക്കെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലിൽ. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇതിന് മുന്നേ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മണിപ്പുട്ടൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് ജീരകവും കൂടെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ചതച്ചതിട്ട് കൊടുത്താലും മതി. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇരിപ്പില്ല ഏലക്ക, അതുകൊണ്ട് ഞാൻ ജീരകമാണ് കേട്ടോ ഒന്ന് ഒതുക്കിയിട്ട് കൊടുക്കുന്നത്. നല്ല ജീരകം ഉണ്ടല്ലോ ചെറിയ, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതിലേക്ക് മണിപ്പുട്ട് തട്ടിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു രാവിലത്തെ കാപ്പിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇനിയിപ്പം മോര് കറിയൊക്കെ ഉണ്ടാക്കണം.
മെഴുക്കുരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് മെഴുക്കുരട്ടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതും മോരുകറിയും പാവയ്ക്ക വറുത്തതും ഒക്കെ ആയിട്ട് കൊടുത്തു വിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മണിപ്പുട്ട് ഇവിടെ റെഡിയാക്കി വേവിച്ചിട്ട് അതുപോലെ അങ്ങ് അടച്ചു വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. തുറന്നപ്പോഴത്തേക്കും ആവിയൊക്കെ അങ്ങ് പുറത്തോട്ട് ചാടി. ഒത്തിരി താമസിച്ചിട്ടാണ് കേട്ടോ ആ സ്കൂളിലേക്ക് പോയത്. അങ്ങനെ വിടണോ വേണ്ടേ എന്നൊക്കെ അത്രയും മനസ്സിങ്ങനെ മടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വാർത്ത കണ്ടിട്ടൊക്കെ എന്താ ഒന്നും അനുഭവിക്കുന്നില്ല. ആ ഒറ്റവരും ഇടയവരും പോയി അവരെന്തോരം വിഷമിക്കുന്നുണ്ടാവും. മക്കളെയൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണെന്ന് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഇപ്പം ഇച്ചിരി മഴ കുറവുണ്ട് കേട്ടോ. നമുക്ക് പൊതുവേ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഈ വർഷം. വലിയ മഴയൊന്നും നമ്മുടെ ഈ സൈഡിലോട്ടൊന്നും മഴയൊന്നും വലിയതായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണെന്ന് തോന്നുന്നു. വലിയ മഴയും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ അടുത്ത 2 ദിവസം കൊണ്ട് ഇങ്ങനെ മഴ ഇങ്ങനെ തോരാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇന്ന് എന്തായാലും ഒരനക്കമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സേഫാണെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സേഫ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപകടങ്ങളുള്ള സ്ഥലത്തു നിന്നൊക്കെ മാറുക കേട്ടോ. അതിന് മുന്നേ തന്നെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്ത് അവിടെ നിന്ന് മാറാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനിയും ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പടച്ചോനെ ഇനിയും മരണസംഖ്യ കൂടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോര് കറി വെക്കാനായിട്ട് പോവാം കേട്ടോ. തക്കാളി ഒന്നും ഇരിപ്പില്ലായിരുന്നു. പിന്നെ ഞാനങ്ങ് തട്ടിക്കൂട്ടിയിട്ട് ഉള്ളൊരു മോര് കറി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. കുറച്ച് സവോളയും എന്തായിരുന്നു എല്ലാം പോയി. സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഇടിച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇടിച്ച മുളക് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് നല്ല കട്ട തൈരായിരുന്നേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ മോര് കറി അങ്ങോട്ട് കാച്ചിയെടുത്തിട്ടാണ്. പിന്നെ ഞാൻ എണ്ണയിലാണെങ്കിൽ എന്തോ ഒന്ന് മറന്നു എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ ഉലുവ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂടെ ഇങ്ങനെ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതാണേ. അപ്പോഴത്തേക്ക് ഉലുവ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് ഉലുവ ഒന്ന് ചതച്ച് അതിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ പാത്തുൻ്റെ മേലൊക്കെ കഴുകി സ്കൂളിൽ പോകാൻ റെഡിയാക്കിയൊക്കെ നിർത്തി ലഞ്ചൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് കേട്ടോ. ചോറും അതുപോലെ പാവയ്ക്ക വറുത്തതും. പാവയ്ക്ക നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നേ. ഒരു 4-5 എണ്ണം കണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 2 പാവയ്ക്കൊക്കെ എടുത്തിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മുടെ ഇതെന്തോ സംഭവം വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും വഴുതനങ്ങ ഞാൻ മെഴുക്കുവരട്ടിയാക്കി കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നേ. കൊച്ച് കഴിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അതിന് വൈകുന്നേരം അറിയാം. അപ്പോൾ അതിങ്ങനെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയതൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.